ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരു നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പ്രത്യേക വർജനങ്ങളിലൂടെയും കൂടുതൽ ദൈവത്തോടടുക്കുന്ന സമയമാണ് ഈ നോമ്പുകാലം. ഈ നോമ്പ് നാളുകളിൽ നമ്മൾ ക്രൂശിതനെക്കുറിച്ചും കൂടുതൽ പ്രാധാന്യത്തോടെ ധ്യാനിക്കുന്നു. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി ആ കാൽവറിയിൽ തൂങ്ങിക്കിടക്കുകയാണ് നമ്മുടെ അരുമനാഥനായ യേശുക്രിസ്തു. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് തിരുവായി മൊഴിഞ്ഞ 7 മൊഴികളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. എനിക്ക് മുൻപായിട്ട് 4 മൊഴികൾ ചിന്തിച്ചു കഴിഞ്ഞു. ഈ 7 മൊഴികളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഇരുട്ടിന് മുൻപ് പറഞ്ഞ 3 മൊഴികൾ, ഇരുട്ടിൽ പറഞ്ഞ 1 മൊഴി, ഇരുട്ടിന് ശേഷം പറഞ്ഞ 3 മൊഴികൾ. ഇതിൽ ഇരുട്ടിന് ശേഷം യേശു കർത്താവ് പറഞ്ഞ മൊഴിയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം വാക്യം. എനിക്ക് ദാഹിക്കുന്നു. മനുഷ്യൻ്റെ ഒരാവശ്യമാണ് ദാഹമെന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ചൂട് കൂടുന്ന ഈ ഒരു അവസ്ഥയിൽ ദാഹത്തിൻ്റെ വില നമുക്ക് കൂടുതൽ അറിയാം. ഏറ്റവും അത്യാവശ്യമാണ് ദാഹജലം. വെള്ളമില്ലാത്ത അവസ്ഥ നമുക്കറിയാം, ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിഥികളൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നാം ആദ്യം അവർക്ക് വെള്ളം കൊടുക്കാറുണ്ട്. വേദപുസ്തകത്തിൽ ദാഹിച്ചു വലഞ്ഞ പലരുടെയും ചരിത്രം നമുക്ക് കാണാം. ദാഹജലത്തിനായി കരയുന്ന, തൻ്റെ കുഞ്ഞിനെ നോക്കി കരയുന്ന പഴയ നിയമത്തിലെ ഹാഗാറിനെ നമുക്കറിയാം. അതുപോലെ തന്നെ യാതനാസ്ഥലത്ത് ഒരു തുള്ളി വെള്ളത്തിനായി കേഴുന്ന ധനവാനെ നമുക്കറിയാം. ഇവിടെ അരുമനാഥനായ യേശു ക്രൂശിൽ കിടന്ന് അരുളി ചെയ്യുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. യേശു കർത്താവ് അരുളി ചെയ്ത ഈ 7 മൊഴികളിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അരുളി ചെയ്ത ഏക മൊഴിയാണ് ഇത്. മനുഷ്യൻ എന്ന നിലയിൽ യേശുവിന് ദാഹിക്കുന്നു. കാരണം തലേ രാത്രിയിൽ പെസഹ വീഞ്ഞിന് ശേഷം കൊടിയ പീഡനമായിരുന്നു യേശു കർത്താവ് അനുഭവിച്ചത്. അതിനുശേഷം എന്തുമാത്രം ദാഹിച്ചു കാണും. അതാണ് യേശു കർത്താവ് അത്രയും ദാഹാർത്തനായതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് ദാഹിക്കുന്നുവെന്ന്. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ യേശു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞ യേശു, അദ്ദേഹത്തിന് ദാഹിച്ചപ്പോൾ ദാഹജലം കൊടുക്കാൻ ആരുമുണ്ടായില്ല. അനുകമ്പ തോന്നിയ ഒരു പടയാളി എന്താണ് ചെയ്തത്? ചൊറുക്ക ചേർത്ത പുളിച്ച വീഞ്ഞ് നൽകി. യേശു അത് കുടിക്കുമ്പോൾ, എൻ്റെ ദാഹത്തിന് കുടിക്കാൻ അവർ എനിക്ക് ചൊറുക്ക തന്നു എന്ന സങ്കീർത്തന വാക്യം ഇവിടെ അന്വർത്ഥമാവുകയായിരുന്നു. എന്തിനൊക്കെ വേണ്ടിയുള്ള ദാഹമാണ് യേശുവിന്? നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്, യേശുവിന് ദൈവത്തോട് ചേരാനുള്ള ദാഹം. 2, ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യരുടെ മടങ്ങി വരവിനായുള്ള ദാഹം. 3-മതായി, സ്പർദ്ധയും വർഗീയതയും വിഭാഗീയതയും ഇല്ലാത്ത സ്നേഹവും ഐക്യതയുമുള്ള ഒരു പുതിയ ലോകത്തിനായുള്ള ദാഹം. 4-മതായി, ഈ 3 കാര്യങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം. യേശുവിന് ദൈവത്തോട് ചേരാനുള്ള ദാഹം, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരുടെ മടങ്ങി വരവിനായുള്ള ദാഹം, സ്പർദ്ധയും വർഗീയതയും വിഭാഗീയതയും ഇല്ലാത്ത സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പുതിയൊരു ലോകത്തിനായുള്ള ദാഹം. ഈ ദാഹാർത്തനായ കർത്താവിന് പലപ്പോഴും നാം നൽകുന്നത് ദാഹജലമാണോ അതോ ചൊറുക്കയാണോ? ദാഹിക്കുന്ന കർത്താവ് നമ്മുടെ അടുക്കൽ ഉണ്ടായിട്ടും അവനെ കാണാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ കുറവ്. എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ എന്ന് ന്യായാധിപതി കൽപ്പിച്ചതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, ദാഹിച്ചു വന്ന കർത്താവിന് ദാഹജലം നൽകിയില്ല എന്നതായിരുന്നു. കർത്താവെ, ദാഹിക്കുന്നവനായി ഞങ്ങൾ ഒരു നാളും നിന്നെ കണ്ടിട്ടില്ലല്ലോ എന്ന് വാദിച്ചവരോട് കർത്താവ് പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. ഈ ചെറിയവരിൽ ഒരാൾക്ക് ചെയ്യാത്തത് എനിക്കാണ് ചെയ്യാഞ്ഞത്. ചുറ്റുമുള്ള ചെറിയവരിൽ ദാഹിക്കുന്ന കർത്താവിനെ കണ്ട് അവരുടെ ദാഹം മാറ്റുമ്പോൾ ക്രൂശിതനായ യേശുവിൻ്റെ ദാഹമാണ് നാം മാറ്റുന്നത്.
ഇവരുടെ ദാഹം മാറ്റാൻ നാം തയ്യാറായില്ലെങ്കിൽ യേശു കർത്താവ് നമ്മോട് വീണ്ടും പറയും, എനിക്ക് ദാഹിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ചുറ്റുമുള്ള പാവങ്ങളിൽ, എളിയവരിൽ, ചെറിയവരിൽ കർത്താവിനെ കണ്ട് അവരുടെ ദാഹം തീർക്കാം. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ദാഹം തീർക്കുന്നു. ഇല്ലെങ്കിൽ കർത്താവ് നമ്മോട് വീണ്ടും വീണ്ടും പറയും, എനിക്ക് ദാഹിക്കുന്നു എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.